നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും അതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു വരുന്ന ഒരു സംഗതി, അതായത് പ്രവാചകന്മാർ വന്ന് പഠിപ്പിച്ച അള്ളാഹു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം നബി മുതൽ 18 പ്രവാചകന്മാരുടെ മഹാപ്രവാചകന്മാരുടെ പേര് പറഞ്ഞ് അവരൊക്കെ അള്ളാഹുവിനെക്കുറിച്ചും ഈ ഹിദായത്തിനെക്കുറിച്ചും എന്താണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിക്കലാണ് യഥാർത്ഥ ഹിദായത്ത്. അതിൻ്റെ അപ്പുറം വേറെ ഒരു ഹിദായത്തില്ല. ആ വിഷയമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതായത് മനുഷ്യർക്ക് ഈ ഹിദായത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വലിയൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല. അള്ളാഹുവിനെക്കുറിച്ച് പ്രവാചകന്മാർ എന്താണോ പഠിപ്പിച്ചത് ആ പരിധിയിൽ നിന്നുകൊണ്ടല്ല അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്. അവിടുന്ന് പിഴക്കും. അള്ളാഹുവിനെക്കുറിച്ച് ഏതൊരു ധാരണ, മിഥ്യാധാരണകൾ നമുക്കുണ്ടായാലും അവിടുന്ന് നമ്മളുടെ വിശ്വാസം പിഴച്ചു പോകും. ആ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എല്ലാവരുടെയും, അത് ഈ മതത്തിൽ നിന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടത് അള്ളാഹു തന്നെയാണ്, നമ്മളല്ല. നമ്മളുടെ ഭാവന വെച്ചിട്ട് ഒരു അള്ളാഹുവിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അത് നമ്മൾ ഉണ്ടാക്കിയ അള്ളാഹു ആവുള്ളൂ, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു ആവില്ല. ഇത് എല്ലാ വിശ്വാസികൾക്കും ഈ അപകടം പറ്റുന്നത് ഇവിടെയാണ്. അവർ വഴിമാറി പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ ഏറ്റവും ഉയർന്ന പേരുകളിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുറവുകളും ഇല്ലാത്ത രൂപത്തിലാണ് സംഗതി പറയുക. അതിനാണ് നമ്മൾ ഈ അള്ളാഹുവിനെ പരിശുദ്ധനാക്കുക എന്ന് പറയാം. ഈ പരിശുദ്ധി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. പരിശുദ്ധി എന്ന് പറയുന്നത് അതിലേക്ക് ഒന്നും കയറി വരാതിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്വർണം എന്ന് പറയുന്ന, തങ്കം എന്ന് പറയുമ്പോൾ 24 കാരറ്റ് ആവുന്ന ഒരു ചെമ്പ് കയറിയാലോ അത് സ്വർണ്ണമാവും. അപ്പോൾ എന്താ 22, അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുക. പരിശുദ്ധി കുറയുന്നതിനനുസരിച്ചാണ് അതിൻ്റെ കാരറ്റ് നമ്മൾ പറയാം 18 കാരറ്റ് 19 കാരറ്റ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന് ചേരാത്ത ഒന്നും അതിലേക്ക് പോയി ചേരരുത്. അത് പറയുമ്പോൾ മാത്രമല്ല, നമ്മളുടെ വിശ്വാസത്തിലും അതങ്ങനെ തന്നെ. അള്ളാഹുവിന് ചേരാത്ത, അള്ളാഹുവിൻ്റെ കൂടെ പങ്കുകാരുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചേരുന്നു. അള്ളാഹുവിന് ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യും, മടവൂരും ചെയ്യും, അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ഷേഖ് എന്ന് ചെയ്യും എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയിൽ കളങ്കം ചേരുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടിടത്ത് എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിൽ കളങ്കം ചേരുന്നു. ഇതാണ് വലിയ വിഷയം. ഇങ്ങനെയുള്ള അള്ളാഹുവിന് ചേരാത്തതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ദീനിൽ നിന്ന് നമ്മൾ പുറത്താവും. ഈ പുറത്ത് കാട്ടിയിട്ട് പിന്നെ നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ എവിടുക്കാ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് പിശാചിൻ്റെ കണക്കിലേക്കാണ് പോവുക, അത് അള്ളാഹുവിൻ്റെ കണക്കിലേക്കല്ല പോവുക. അപ്പോൾ ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇത് മക്കയിലുണ്ടായിരുന്ന പ്രവാചകൻ, ഇത് ഈ സൂറക്ക മക്കിയാണ് കേട്ടോ, മക്കയിൽ അവതരിച്ച. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിൽ വന്നിട്ട് ഈ ഖുറൈശികളായ ഈ ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാനെന്നും ഇത് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിരവധി കാലം അവർക്ക് ഈ റസൂലുമാർ വന്നിട്ടില്ല. ഈ മക്കയിലെ ഈ ബനു ഇസ്മായിൽ എന്ന് പറയുന്ന ഈ വിഭാഗത്തിനും നബിമാർ വന്നിട്ടില്ല. അപ്പോൾ അവരോട് ഇത് പറയുമ്പോൾ അവർക്കിത് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, അവർക്ക് തീരെ നിശ്ചയില്ലാത്തവരൊന്നല്ല. അതൊക്കെ അവർക്കറിയാം. ഇബ്രാഹിം നബിനെ, ഇസ്മായിൽ നബീനൊക്കെ അവർക്കറിയാം. പക്ഷെ അവർക്ക് ഈ റസൂലിനെ പ്രതിരോധിക്കണം, റസൂലിനെ പ്രതിരോധിക്കണം അവർക്ക്. അപ്പം അതിനവർ കണ്ടെത്തിയൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പുറത്ത് വേദക്കാരായ യഹൂദരുണ്ട്. അവർക്കാണിച്ചെങ്കിൽ നേരത്തെ ഈ നമ്മൾ പറഞ്ഞ പ്രവാചകന്മാരിൽ ബഹുഭൂരിപക്ഷം അവരിലേക്ക് വന്നവരാ. അപ്പം അവരിനെയും കൂടി കൂട്ടുപിടിച്ചിട്ട് അവരോട് കൊണ്ടൊരു ഫത്വ ഇറക്കിപ്പിച്ചാൽ അതൊരു പിടിച്ചു നിൽക്കാനുള്ളൊരു വഴിയാവുമല്ലോ. അപ്പോൾ അവർക്ക് ആ വെച്ചിട്ടാണ് അവർ യഹൂദരെ സമീപിച്ചത്. അവർ പറഞ്ഞ വർത്തമാനമാണ് ഇത് കാലൂമ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അതൊന്നും ഒരു മനുഷ്യർക്കും ഇറക്കിയിട്ടില്ല എന്ന് അവരും പറഞ്ഞു. അതെന്താ അവരങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവർ ഈ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ അള്ളാഹു എന്ന് പറയുന്നത് ഒരു വംശീയ ദൈവമാണ്, ഒരു കുലദൈവമാണ്. അത് അവർക്ക് മാത്രമേ ബാധകമുള്ളൂ, അവരുടെ മാത്രമേ ആ ദൈവം കടാക്ഷിക്കുള്ളൂ, അവരിലേക്ക് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അവരുടെ വിശ്വാസം അങ്ങനെ, അവരിലേക്ക് മാത്രമേ വേദമുള്ളൂ. അപ്പം അങ്ങനൊക്കെ അവർ വിശ്വസിക്കുമ്പോൾ ഇവിടെ ബനു ഇസ്മായിലിലേക്കൊരു വേദം വന്നിട്ടുണ്ട്, ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അത് അംഗീകരിക്കില്ല. അത് അവരുടെ അപ്രമാദിത്വത്തിനെ ചോദ്യം ചെയ്യുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ കണ്ണടച്ചങ്ങ് പറഞ്ഞു കളഞ്ഞത് ഒരു മനുഷ്യനും അള്ളാഹു ഒന്നും അവതരിപ്പിക്കണ പരിപാടിയില്ല.
അപ്പോൾ അവരുടെ കയ്യിലുള്ള തൗറാത്തിന് പ്രശ്നമാകുന്നത് അവർ കണക്കിലെടുത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമുള്ളതാണ്. അതിനിപ്പോൾ മറ്റൊരു നിഷേധിച്ചാലും അവർക്ക് പ്രശ്നമില്ലല്ലോ. നേരെ മറിച്ച് ഈ വന്ന ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തിന്, ഭൂമിക്ക് മുഴുവനുമാണ്, ലോകത്തിന് മുഴുവനുമാണ്. അതിനെങ്ങാനും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ വാദത്തിലൊന്നും നിലനിൽപ്പില്ല. അപ്പോൾ അവർ കൽപ്പിച്ചു കൂട്ടി അവരെന്ത് പറഞ്ഞു? ഒരു മനുഷ്യനും അള്ളാഹു ഒന്നും അവതരിപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു പരിപാടിയൊന്നും അള്ളാഹുവിനില്ല. കാരണം ഈ ഖുറൈശികൾ വാദിച്ചേർന്ന കാര്യവും അത് തന്നെയാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് ഒരു അതീത ശക്തിയാണ്, അത് മനുഷ്യരുമായിട്ട് പിന്നെ അങ്ങനെ ഇടപെടുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അള്ളാഹു അങ്ങനെ അയക്കുകയാണെങ്കിൽ തന്നെ ഈ മനുഷ്യരൊന്നുമല്ല അയക്കുക, മലക്കുകളെയാണ്. ഇനിയിപ്പോൾ മനുഷ്യരിലേക്ക് തന്നെ അയക്കുകയാണെന്നുവെച്ചെങ്കിൽ ഈ ഒരു ചുക്കും ചുണ്ടാമ്പും സമ്പത്തും അധികാരമൊന്നും ഇല്ലാത്ത ഈ മുഹമ്മദിനല്ല അയക്കുക, അത് വലിയ തായിഫിലെയോ മക്കയിലെയോ ഒക്കെ വലിയ ഖുറൈശി പ്രമാണികളിലേക്കാണ് അയക്കുക. ഇതൊക്കെ അവരുടെ വാദങ്ങളായിരുന്നു. ആ വാദങ്ങളെ മുഴുവൻ ആര് മറ്റൊരു അള്ളാഹു ഈ പ്രവാചകന്മാരെ മുഴുവൻ അയച്ച് ശരിയായ വിശ്വാസം പഠിപ്പിച്ച് അള്ളാഹുവിനെ കൃത്യമായി പഠിപ്പിച്ച ആ കൂട്ടർ ഫത്വ കൊടുത്തു. ആർക്ക്? ഇവർക്ക്. അതിനെക്കുറിച്ചാണ് ഈ പറയണം. അള്ളാഹുവിനെ അവരങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധമൊന്നും അവർ കണക്കാക്കിയില്ല. അവരെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹുവിനെ അല്ല അവർ മനസ്സിലാക്കിയത്. അവർ മനസ്സിലാക്കിയത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവത്തിനെയാണ്, ഒരു അള്ളാഹുവിനെയാണ്. അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതാണ് അവർക്ക് ഹിദായത്ത്, അല്ലാതെ അള്ളാഹു പറയുന്നതല്ല. ഇത് ഇവർ ഇങ്ങനെ ആയിത്തീർന്നു. ആരായത്? നമുക്ക് മുമ്പുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ ഇങ്ങനെ ആയിത്തീർന്നു. ഇതൊക്കെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും ആ മട്ടത്തിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങളാവുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോൾ അള്ളാഹു അവരോട് റസൂലിനോട് ചോദിക്കാൻ പറയാം. അക്കുൽ നീ ചോദിക്ക്, മൻ അൻസലൽ കിതാബല്ലദീ ജാഅ ബിഹി മൂസ നൂറൻ വഹുദൻ ലിന്നാസ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ജനങ്ങൾക്ക് പ്രകാശവും മാർഗദർശനവുമായിട്ടാണ് ഈ മൂസ തൗറാത്തിനെ കൊണ്ടുവന്നതെന്ന്. അത് പിന്നെ നിങ്ങളെങ്ങനെ പറയാമെന്ന്? അള്ളാഹു ഒരു മനുഷ്യർക്കും ഒന്നും അവതരിപ്പിക്കില്ല. പിന്നെ മൂസക്ക് ഇതെങ്ങനെ കിട്ടി? അത് നീ അവരോട് ചോദിക്കുക. അവർക്കത് വിഷയമല്ലാന്ന്. മൂസാനപ്പം നമ്മൾ നിഷേധിച്ചാൽ അവർക്ക് വിഷയമില്ല. കാരണം അവരുടെ വിഷയം എന്താ ചോദിച്ചാൽ അവരുടെ വംശീയമാണ് മാത്രമേ ഉള്ളൂ. അവരുടെ വംശത്തിൻ്റെ പുറത്തുള്ളതിനെയൊന്നും അവർക്ക് വിഷയമല്ല. വേറെ ആളുകൾക്ക് ഇതുകൊണ്ട് ഇത് കിട്ടണം എന്ന് അവർക്ക് താല്പര്യമില്ല. അത് അവരുടെ ഒരു പ്രൈവറ്റ് സംഗതി എന്നുള്ളത് മാത്രമേ അവർ ഈ ഹിദായത്തിനെയും ഈ റിസാലത്തിനെയും ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതവർക്ക് വിഷയമല്ല. എന്നാലും ചോദിക്കുക. കാരണം ജനങ്ങളുണ്ടല്ലോ, ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനത് ആ തൗറാത്തിനോട് അവർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് പറയാം. തജ്അലൂനഹു ഖറാത്തീസ തുബ്ദൂനഹ വതുഖ്ഫൂന കസീറൻ. തജ്അലൂനഹു അതിനെ നിങ്ങൾ ആക്കി. എന്തിനെ? ആ തൗറാത്തിനെ ഖറാത്തീസ എന്ന് പറഞ്ഞാൽ വെറും കടലാസിൻ്റെ വില കൽപ്പിച്ചു എന്നാണ്. വെറും കടലാസ് ആ വില കൽപ്പിച്ചുള്ളൂ. അതായത് ഹിദായത്തിൻ്റെ വിലയൊന്നും അവർ അതിനെ കൽപ്പിച്ചില്ല. നിങ്ങൾ കൽപ്പിച്ചില്ല. നിങ്ങൾ എന്താ ചെയ്തു ചോദിച്ചാൽ തുബ്ദൂനഹ അതിനെ നിങ്ങൾ വെളിപ്പെടുത്തിയത് എങ്ങനെ ചോദിച്ചാൽ വതുഖ്ഫൂന കസീറൻ അതിൻ്റെ സിംഹഭാഗവും മറച്ചു വെച്ചുകൊണ്ടാണ്. അവരുടെ രീതി അങ്ങനെയാണ് തന്നെ. ഈ ഇന്നത്തെ പോലെ അച്ചടിയും കാര്യവും വീരൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ ഒരു കയ്യെഴുത്ത് പ്രതിയൊക്കെ ആയിട്ട് തൗറാത്തിൻ്റെ തന്നെ പല കഷ്ണങ്ങൾ പല പുരോഹിതന്മാരുടെ കയ്യിലാവും. അതായത് ഒന്നിച്ച് ആർക്കും കൊടുക്കില്ല. ഇന്ന ഭാഗം ഇന്ന ആൾ കയ്യിൽ വെക്കണം എന്നുള്ള അവരുടെ നിയമമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അത് വായിക്കുമോ? അപ്പം നമ്മളിലും ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഖുർആനിൽ അനന്തരാവകാശത്തിനെ കുറിച്ച് പറയുന്നത്, വിവാഹത്തിനെ കുറിച്ച് പറയുന്നത്, വിവാഹമോചനത്തെക്കുറിച്ച് പറയുന്നത്, ഇങ്ങനെ നിരവധി ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുള്ള എത്ര ആൾക്കറിയാം ഖുർആനിൽ? എല്ലാവർക്കും ഉണ്ടാവുക ആകെ ഒരു യാസീൻ അല്ലേ? അത് ആളുകൾ വിചാരിക്കണേ യാസീൻ മാത്രമേ ഖുർആനിലുള്ളൂ എന്നാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ സമൂഹത്തിൽ എത്ര ശതമാനം പേർക്ക് അറിയാം? നമ്മളൊരു കണക്കെടുത്ത് നോക്കുക. അറിയില്ല. ഇപ്പം ഞാനെൻ്റെ ഉമ്മയുടെ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വീതിക്കുക എന്ന് പറയുന്നിട്ട് ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ അത് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളതല്ലേ? മുസ്ലിമീങ്ങളാണ് ഈ ചോദിക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ബഹുഭൂരിഭാഗം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഖുർആനെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ തൗറാത്തിനെ എങ്ങനെയാണോ യഹൂദർ ബനൂ ഇസ്രായേലിയർ കൈകാര്യം ചെയ്ത് അതേ കൈകാര്യമാണ് ഖുർആനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഖുർആനെ വരെ പരിചയപ്പെടുത്തുന്നത്. ഖുർആന്റെ ആശയം പറഞ്ഞു കൊടുക്കുന്നില്ല, അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നില്ല. ഖുർആൻ കേവലം ചില ഭാഗങ്ങൾ ഇങ്ങനെ വലിയ പ്രാധാന്യം നൽകി അങ്ങനെ ഓതുക. മരിച്ചു കൊടുത്തു, ജനിച്ചു കൊടുത്തു ഒക്കെ യാസീൻ യാസീൻ യാസീൻ. എന്താണ് യാസീൻ എന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അതുമില്ല.
ഇതാണ് ഈ മറച്ചു വെച്ചുകൊണ്ട് സിംഹഭാഗവും മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളും പഠിപ്പിക്കുന്നത്. ഇത് ബനൂ ഇസ്രായേലിയരെ കുറ്റം പറഞ്ഞതല്ല, ഇത് എല്ലാവരിലും എത്തിപ്പെടുന്ന സംഗതിയാണ്. ഈ ഖുർആനിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ഖുർആൻ്റെ ഭാഗങ്ങൾ ഒന്നും പഠിപ്പിക്കണില്ല. ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ടാവും. അതിപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. കാരണം മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ആ മരിച്ചവനും ശ്രദ്ധിക്കണില്ല, വരണവനും ശ്രദ്ധിക്കണില്ല, ആരും ശ്രദ്ധിക്കണില്ല. പിന്നെ അതിങ്ങനെ ധാരാളം ഇതന്നെ ഈ മറച്ചു വെച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. നമ്മളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടു മാലം തഅലമു അൻതും വല ആബാഉക്കും, നിങ്ങൾക്കോ നിങ്ങളുടെ പൂർവികൾക്കോ അറിയാത്ത നിരവധി കാര്യങ്ങൾ ഈ തൗറാത്ത് വന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചില്ലേ? അതെങ്ങനെ പഠിപ്പിച്ചു? നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ വ്യാജമായിട്ട് കെട്ടിച്ചമച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മൂസ വന്നിട്ട് മൂസ കെട്ടിച്ചമച്ചു, നിങ്ങൾ ബാക്കിയുള്ളത് കെട്ടിച്ചമച്ചു. അങ്ങനെയാണോ നിങ്ങൾ വാദിക്കുന്നത്? നിങ്ങളുടെ വാദം അങ്ങനെ ആവുന്നു. അതപ്പോൾ ആയാലും അവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് അള്ള തന്നെ പറയുന്നത് കൂലില്ല, ആ ഇറക്കിയത് അള്ള തന്നെയാണെന്ന്. അവർ വേണമെങ്കിൽ പറയുന്നത് അള്ള ഇറക്കിയില്ലാന്ന്. കാരണം അവരുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കലാണ്, അല്ലാതെ അള്ളാനെ കണക്കാക്കല. അള്ളാഹുവിനെ കുറിച്ച് ഇതിങ്ങനെ പറഞ്ഞാൽ എന്താവും എന്നുള്ളത് അവരുടെ വിഷയമല്ല. അതിപ്പോൾ നമ്മുടെ പുരോഹിത്യത്തിനും അല്ല, നമ്മുടെ പൗരോഹിത്യത്തിനും അങ്ങനെയല്ല. അള്ളാഹ്ക്ക് എന്ത് വിചാരിക്കും, അള്ളാഹ് നമ്മളെ എങ്ങനെ കണക്കാക്കും എന്നുള്ളത് അവരുടെ വിഷയമല്ല. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ വാദങ്ങൾ ന്യായീകരിക്കപ്പെടണം. അതുമാത്രമേ അവർക്കുള്ളൂ. എല്ലാ കാലത്തെയും പൗരോഹിത്യം ഇത് തന്നെയാണ്. അതാണ് ആ സൂറത്തു സഫിൽ പറയുന്നില്ല, എന്താണ്? ജുമാല ഹമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാന്ന്. അതായത് തൗറാത്ത് ചുമന്നിട്ട് കഴുത ഗ്രന്ഥം ചുമന്നത് പോലെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. കഴുതകൾ ചുമക്കുന്നത് പോലെ ഈ ഖുർആൻ നമ്മളും ചുമക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ അത് സ്വാധീനിക്കുന്നില്ല. നമ്മളിങ്ങനെ കെട്ടുകണക്കിന് ചുമക്കുന്നുണ്ട്. പള്ളികളിലൊക്കെ 100 കണക്കിന് മുസഹഫുകളുണ്ട്. ഒരു വെള്ളിയാഴ്ച വന്നിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് തുറന്നു നോക്കിയെങ്കിലായി. അത്രയേ ഉള്ളൂ. നമ്മളും ഈ കഴുതല്ല, ഇപ്പം ആന ചുമക്കുന്നത് പോലെ നമ്മുടെയൊക്കെ കണക്കിലുള്ളത്. കാരണം അത്രയധികം ഉണ്ട്. ഓരോ വീടുകളിലും ഓരോ പള്ളികളിലും മുസാഫുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിലേക്ക് വായിച്ചിട്ട് മനസ്സിലാക്കി ജീവിതത്തിലേക്കൊന്ന് പകർത്താൻ ആരും തയ്യാറില്ല. ആർക്കും അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് തന്നെയാണ് ബനൂ ഇസ്രായേലിന് സംഭവിച്ച. ഈ ബനൂ ഇസ്രായേലിന് ആ പതനത്തിലേക്ക് എത്താനുള്ള കാരണം അതാണ്. അതിനെക്കുറിച്ചാണ് ഇത് നമ്മൾ ഈ ഖുർആനിൽ നിന്നും ഈ റസൂലിൽ നിന്നും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ പല മക്ബറുടെ ചുവട്ടിലും കിടക്കുന്ന ഔലിയാക്കളിൽ ഒരാളാവും ആര്? അള്ളാഹു. അതന്നെ ഈ അള്ളാഹുവും അവരും തമ്മിൽ പിന്നെ നമ്മളൊരു വ്യത്യാസം കാണില്ല. അതിനൊക്കെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കാൻ ഈ പൗരോഹിത്യത്തിന് കഴിയും. കാരണം ഒരന്തമില്ലാത്തവരോടാണ് ഈ പറയണത്. അപ്പോൾ അവർക്കതൊരു വിഷയമാവില്ല. ആ സംഗതിയാണ് നമ്മളോട് ഈ പറയുന്നത്. ഇത് അള്ളാഹു തന്നെയാണ് ഈ തൗറാത്തും ഒക്കെ അവതരിപ്പിച്ചതെന്ന് നീ പറയണം. അവർ വേണമെങ്കിൽ അതല്ലാന്നും പറയും. അല്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർ അത് തന്നെയാണ്, പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഇതൊന്നും അള്ളാഹു അവതരിപ്പിച്ചതല്ലാന്ന്. എന്നിട്ട് സുമ്മദർഹും അവരുടെ പാട്ടിന് വിട്ടോന്ന്. സുമ്മദർഹും അവരെ വിട്ടോ ഫീ ഖൗദിഹിം, അവരുടെ ആ അവഗണനയുടെയും അശ്രദ്ധയുടെയും ആ സഞ്ചാരത്തിൽ അവരെ വിട്ടോ. യൽഅബൂൻ, അവരതിൽ കളിച്ച് വിനോദിക്കട്ടെ, അവരെ വിട്ടോളാൻ. റസൂലിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ഇന്നമാ അലൈക്കൽ ബല, ആ എത്തിക്കൽ മാത്രമേ റസൂലിൻ്റെ ബാധ്യതയുള്ളൂ. ആരെയും പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരലോ നിർബന്ധിച്ച് അംഗീകരിപ്പിക്കലോ ഇതൊന്നും അള്ളാഹു റസൂലുമാരെ ഏൽപ്പിച്ചതല്ല, ആരെയും ഏൽപ്പിച്ചതല്ല. പക്ഷേ ഈ പറയാനുള്ളത് പറയണം. കാരണം ഇത് അതിനിർണായകമായൊരു സംഗതിയാണ്. ഈ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുക എന്ന് പറയുന്നത് അതിനിർണായകമാണ്. വേണമെങ്കിൽ കണക്കാക്കിയാൽ മതി, വേണ്ടെങ്കിൽ കണക്കാക്കണ്ട. ഇനി വരാൻ പോകുന്നത് ആ വിഷയമായിട്ടാണ്. ഈ കിതാബ് വഹാദാ കിതാബും, ഈ കിതാബ് ഈ ഖുർആൻ അൻസൽനാഹു, ഇതിനെ നാം ഇറക്കി, മുബാറക്കും, ഇത് അനുഗ്രഹമായിട്ട് ഇറക്കി. ആർക്ക്? വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, ഇത് ലോകർക്ക്, ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഒക്കെ ആരും വേർപ്പെടുത്താതെ എല്ലാ മനുഷ്യർക്കും അനുഗ്രഹമായിട്ടാണ് ഈ കിതാബ് വന്നിട്ടുള്ളത്. ഇത് മുസദ്ദിഖുല്ലദീ ബൈന യദൈഹി,
അവരുടെ കയ്യിലുള്ള അതിൻ്റെ സാക്ഷാത്കാരമാണ്. അതായത് ഇബ്രാഹിം നബി ആണെങ്കിലും മറ്റ് ഈസാ നബി ആണെങ്കിലും മൂസാ നബി ആണെങ്കിലും അവർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത്. അവരുടെ ആ പറച്ചിലിൻ്റെ സാക്ഷാത്കാരമാണ്. ആ സാക്ഷാത്കാരമാണ് ഈ ഖുർആൻ. അതിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിളിൽ ഇതിനെക്കുറിച്ച് ചില സംഗതികളൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നീ ഇത് ചെയ്തിരിക്കയാൽ നിന്റെ പുത്രനെ നിന്റെ ജാതനെ തരാൻ തന്നെ നീ മടിക്കായകയാൽ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത വാഗ്ദാനം ബൈബിളിൽ പറയാം, ഉൽപ്പത്തിയിൽ. നീ ഇത് ചെയ്തിരിക്കയാൽ, ഏത് ചെയ്തിരിക്കയാൽ? ഈ മകനെ അറുക്കാൻ, നിന്റെ പുത്രനെ നിന്റെ ഏകജാതനെ തരാൻ. ഈ ഏകജാതൻ എന്ന് പറയുമ്പോൾ ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഏക മകൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ മകൻ ഉണ്ടായിണ്ടാവില്ലല്ലോ. അപ്പം അതാരാവും? ഇസ്മായിൽ നബി ആയിരിക്കും. നീ മടിക്കായകയാൽ എന്നാണ്, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നു, ഇത് കർത്താവാണ് അരുൾ ചെയ്യുന്നത്. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും അത്യധികം വർദ്ധിപ്പിക്കും. അള്ളാഹു കൊടുത്ത വാഗ്ദാനം ഇബ്രാഹിം. നീ എൻ്റെ വാക്ക് അനുസരിച്ചതിനാൽ നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ എല്ലാ ജനതകളും, ബനൂ ഇസ്രായേലും മാത്രമല്ല, ഈ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടുന്ന ആ വാഗ്ദാനമാണ് മുഹമ്മദുർ റസൂലിലൂടെ നിറവേറ്റപ്പെടുന്നത്. അതായത് പുതിയ വിവരമൊന്നല്ലാന്ന്, ഇത് ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ആ പ്രവചനങ്ങളുടെ, അള്ളാഹു കൊടുത്ത ആ വാഗ്ദാനങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇത് ഈ വരുന്നത്. ഇതൊക്കെ ഇപ്പം അവരെന്താ വെച്ചാൽ വ്യാഖ്യാനിച്ച് ഈ അറുത്തത് ഇസ്ഹാഖ് നബീനെ എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. പല സംഗതികളുമുണ്ട്. പക്ഷേ ബൈബിള് നമ്മളിന്ന് വായിക്കുമ്പോൾ ഇന്നും അതിന് കുറക്കെ അങ്ങനെ തന്നെ നമുക്ക് അതിനുള്ള തെളിവുകൾ കിടക്കുന്നുണ്ട്. ഏകജാതൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇസ്ഹാഖ് നബി ആവില്ല, അത് സംഭവിക്കില്ല. പക്ഷെ അതൊക്കെ ഇന്നും കുറേ അങ്ങനെ കെടുക്കുകയാണ്. അതിനെ മാറ്റിമറിക്കാനൊക്കെ ഒരുപാട് ശ്രമം. അത് ഈസാ നബിയുടെ കാലത്ത് തന്നെ അങ്ങനെയൊക്കെ മാറ്റിമറിക്കാൻ ശ്രമമുണ്ട് എന്ന് നമ്മൾ വേറെ ബർണബാസിൻ്റെ ബൈബിളിലൊക്കെ ഈസാ നബി തന്നെ പറയുന്നുണ്ട്. വലി തുന്തിറ, നീ മുന്നറിയിപ്പ് നൽകാൻ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. ഇതൊക്കെ ഈ വലിയ തെറ്റിദ്ധരിപ്പിക്കലിന് ഇടയാക്കുന്ന വാക്കുകളാണ്. അതായത് ഈ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ എന്നൊക്കെ പറയുന്നത്, പിന്നെ ഓറിയന്റലിസ്റ്റുകളൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇത് ഈ ഖുർആൻ എന്ന് പറയുന്നതും മുഹമ്മദ് എന്ന് പറയുന്നതും ആ മക്കയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള കുറച്ച് ഗോത്രങ്ങളിലേക്ക് വന്നതാണ്. അല്ലാതെ ഇത് ലോകത്തിലേക്ക് മൊത്തമായിട്ട് വന്നതൊന്നല്ല. അതൊക്കെ മുഹമ്മദ് നബിക്ക് പിന്നെ മദീനയിലൊക്കെ അധികാരം കിട്ടിയപ്പോൾ പിന്നീടുണ്ടായ ആശയങ്ങളാണ് എന്നൊക്കെ ഈ ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞ്. അവിടെ ഇവിടെ ഈ ഉമ്മൽ ഖുറ എന്ന് പറയുമ്പോൾ മക്ക ഉമ്മൽ ഖുറ എന്ന് പറഞ്ഞ നഗരങ്ങളുടെ മാതാവ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, അല്ലേ? അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി ഉണ്ടായ പള്ളിയാണ്, മസ്ജിദാണ്, ഇടമാണ് ആ മക്കയിലെ കഅബ, അല്ലേ? അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ലോകത്തിനുള്ള ഈ സന്ദേശത്തിൻ്റെ തുടക്കം അവിടുന്ന് തന്നെ ആവുന്നത്. ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, അതിൻ്റെ ചുറ്റും എന്ന് പറയുമ്പോൾ പൂർവികരായ, അന്ന് മനസ്സിലാക്കിയ ആളുകളൊക്കെ, പൂർവികരായ മുബസ്സിറുകളും സഹാബാക്കളും ഒക്കെ മനസ്സിലാക്കിയത് ഉമ്മൽ ഖുറ എന്ന് പറഞ്ഞാൽ മക്കയും, വമൻ ഹൗലഹ എന്ന് പറഞ്ഞാൽ അൽ മശ്രിഖു വൽ മഗ്രിബ് എന്നാണ്. ഉദയാസ്തമയങ്ങൾ ഒക്കെ, അതായത് ഭൂമി മുഴുവൻ എന്നാണ്. ഭൂമി മുഴുവൻ എന്നുമാണ്. അതിനെക്കുറിച്ചിട്ട് മുഫസ്സിരിങ്ങൾ പറയുന്നത്, ഇപ്പോൾ ഖത്താദനെ ഉദ്ധരിക്കാം. അപ്പോൾ ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചിട്ട് ഇബ്നു അബ്ബാസ് പറയുന്നത് വമൻ ഹൗലഹ എന്ന് പറഞ്ഞാൽ അൽ അർദു കുല്ലുഹ എന്നാണ്, ഭൂമി മൊത്തമാണ്. മശ്രിഖും മഗ്രിബുമാണ്, അതായത് ഉദയാസ്തമയ സ്ഥാനങ്ങൾ, അതായത് ഭൂമി മൊത്തം എന്നുള്ള കാഴ്ചപ്പാടാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളും ഒക്കെ പറഞ്ഞത്. ഖത്താദയെ ഉദ്ധരിച്ച് പറയാണ് ബലഗനി അന്നല്ലർള ദുഹിയത്തു മിൻ മക്ക, അതായത് ഈ ഭൂമി മക്കയിൽ നിന്ന് അങ്ങനെ ഉരുട്ടിയെടുത്തതായി ഞാൻ കണ്ടെത്തിയിരുന്നു. അതായത് അവരൊക്കെ അന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പിന്നീട് വന്നിട്ടുള്ള ഈ ഓറിയന്റലിസ്റ്റുകളാണ് ഇതിനെ പ്രാദേശികമാക്കാൻ ശ്രമിച്ചത്.
അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, ഇപ്പം ഈ ആയത്ത് ഇതൊക്കെ മക്കയിൽ അവതരിക്കുക. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബഷീറൻ വനദീറ. ഇത് സൂറത്തു സബഇലാണ്. സബഅ് മക്കിയാണ്. നിന്നെ ഞാൻ അയച്ചിട്ടില്ല ഇല്ലാ കാഫത്തൽ ലിന്നാസി, മുഴുവൻ മനുഷ്യരിലേക്കുമല്ലാതെ ബഷീറൻ വനദീറ, മുന്നറിയിപ്പും സന്തോഷവും അറിയിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കുള്ള പ്രവാചകനാണ് നീ എന്ന്. അത് സബയിലാണ്, അതൊക്കെ മക്കിയാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. അത് സൂറത്തുൽ ഫുർഖാനാണ്, അതും മക്കിയാണ്. അതായത് ഈ ലോകത്തിന് മുഴുവനുമാണ്, ഭൂമിയിൽക്ക് മുഴുവനുമാണ് റസൂല് എന്നുള്ളത് മദീനയിൽ പോയി കണ്ടുപിടിച്ചൊരു സംഗതിയല്ല. അതൊക്കെ റസൂലിന് യാതൊരു സ്വാധീനവും അധികാരവും ഇല്ലാത്ത കാലത്ത് തന്നെ മക്കി സൂറകളിൽ അത് സംശയത്തിന് ഇടയില്ലാത്ത വിധം കെടുക്കുക. അതിങ്ങനെ പറയണത് എന്താ വെച്ചാൽ, ചില ആധുനിക പുസ്തകങ്ങൾ, ചരിത്രങ്ങളിൽ റസൂലിനെ കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ നമ്മൾ ഈ ഓറിയൻ്റലിസ്റ്റുകാരുടെ ചില വാദങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അതിനൊക്കെ ഗണ്ണിക്കാൻ വേണ്ടി ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, അതായത് ഈ നഗരമാതാവ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിന് ഒരു ആഗോളമായൊരു ദാർശനിക മാനം മാത്രമല്ല എന്നുള്ളതാണ്. ഒരു ഭൂമി കേന്ദ്രീകൃതമായ ഒരു മാനം കൂടിയുണ്ട്. അതായത് എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ കാലത്തും ഇനി ഈ കിബിലയുണ്ട്, ഈ കിബിലയിലേക്കൊരു തിരിയലുണ്ട്. അയാളെ ഒരു വിശ്വപൗരനാക്കി നിർത്തുന്നൊരു പരിപാടിയുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വപൗരനാണ്. മക്ക കേന്ദ്രീകൃതമായ, കഅബ കേന്ദ്രീകൃതമായ ഒരു വിശ്വപൗരത്വം അയാൾക്കുണ്ട്. അത് അയാളിൽ നിന്ന് വലിച്ചിട്ട പൂജ. അത് ഈ മുസ്ലിമിന് സവിശേഷമായുണ്ട്. ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ ശരിക്കും നമുക്കത് കാണാം. നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രാദേശികമായൊരു സാധനമല്ല. നമ്മൾ ഈ വിശ്വാസം പേറുന്നവരൊക്കെ ഒന്നാണ്, ഒരൊറ്റ കേന്ദ്രത്തിനാൽ ബന്ധിതമാണ്. അത് നമ്മളെക്കുറിച്ച് നമ്മളുടെ കാഴ്ച. നമ്മളൊരിക്കലും ഒരു പ്രാദേശികവാദിയോ ഒരു ദേശീയവാദിയോ ഒരു വർഗീയവാദിയോ ഒന്നും ആവാൻ പാടില്ല. നമ്മൾ ഒരു വിശ്വപൗരൻ എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നു നിൽക്കണം. നമ്മളുടെ വിശ്വാസം കൊണ്ടും നമ്മളുടെ പെരുമാറ്റം കൊണ്ടും നമ്മളുടെ കാഴ്ചപ്പാടുകൾ കൊണ്ടും നമ്മളെ ഇടപെടലുകളെ കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ മാറി നിൽക്കണം. നമ്മൾ ഒരിക്കലും ഒരു വർഗീയവാദിയോ വംശീയവാദിയോ പ്രാദേശികവാദിയോ ദേശീയവാദിയോ ഒന്നും ആവാൻ പാടില്ല. നമ്മൾ മനുഷ്യരായിരിക്കണം. മുസ്ലിം ആണെങ്കിൽ അയാൾ ഒരു വിശ്വപൗരനായിരിക്കണം എന്നുള്ള ഈ കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. വല്ലദീന യുമിനൂന ബിൽ ആഖിറത്തി, അതായത് ഈ അന്ത്യഘട്ടം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയ ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റാത്ത ഒന്നാണ് അന്ത്യഘട്ടത്തെ. അതാണ് വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. ഈ ആഖിറത്തിനെ കുറിച്ചിട്ടുള്ള ഈ ദൃഢബോധ്യമില്ലാത്ത ഒരാൾക്ക് ഈ പറയുന്ന വിശ്വാസത്തിലൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. ഈ ഹിദായത്തിൻ്റെ ആവശ്യം അയാൾക്കില്ല. ഈ ഹിദായത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നത് എന്താ ചോദിച്ചാൽ, ഈ അന്ത്യഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള ഈ കൃത്യമായ ബോധം. ഈ ബോധം, ആ ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം ഉള്ള ഒരാൾ, അയാളിനെയാണ് നമ്മൾ തഖ്വയുള്ള ആൾ എന്ന് പറയാം. തഖ്വയുള്ള ആൾക്ക് ഇത് കണ്ടാൽ വേഗം മനസ്സിലാവും. തഖ്വയില്ലാത്ത ഒരാൾക്ക് ഇനി ഇത് എത്ര കണ്ടിട്ടൊട്ട് മനസ്സിലാവാനും പോകുന്നില്ല. അയാൾ ഇത് കാണുമ്പോഴേക്ക് ചാടി വിശ്വസിക്കും. നമ്മളിനി ചരിത്രം ഒന്ന് എടുത്ത് നോക്കിയേ, ഇതുപോലെ ഇത്ര വേഗത്തിൽ സ്പ്രെഡായ ഏതെങ്കിലും ദർശനം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ടാ വെച്ചാൽ മനുഷ്യരിൽ തഖ്വാബോധമുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഈ തഖ്വാബോധത്തെ ഉണർത്താനുള്ള ഉരുപ്പടികളൊന്നും ആരും കൊടുക്കുന്നില്ല. വതുഹ്ഫൂന കസീറൻ, ഒക്കെ ബഹുഭൂരിപക്ഷം മറച്ചു വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ തഖ്വാബോധം ഉണർവില്ല. പക്ഷേ ഈ തഖ്വാബോധമുള്ള ഒരാൾക്ക്, സാധാരണ ജനങ്ങളും കൂടുതൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആളുകൾക്ക് ഇത് കണ്ടാൽ ഇതിലേക്ക് ചാടിപ്പിടിക്കും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഖത്താബിനൊക്കെ അത് വേഗം മനസ്സിലാവുന്നത്. കാരണം അവരുടെ ഉള്ളിൽ തഖ്വാബോധമുണ്ട്. ആ തഖ്വാബോധം, അതുകൊണ്ടാണ് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറയുന്നത്. തഖ്വാബോധമില്ലാത്തവർക്ക് ഇത് ചെന്നിട്ട് ഒരു കാര്യമില്ല. ഇത് വെറും കറാത്തീസാണ്, കടലാസാണ്. ഈ തഖ്വാബോധമാണ്. അങ്ങനത്തെ ഒരു ഇതിനെ വിശ്വസിക്കുക തന്നെയും. അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവർക്കിത് വേഗം മനസ്സിലാവും. അവിടെയാണ് വഹും അലാ സ്വലാത്തിഹിം,
കണ്ട, ഈ തഖ്വയുള്ള മനുഷ്യന് ഒരു സ്വലാത്തുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് അയാളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം. അത് ഹിദായത്തിന് ശേഷമുള്ളതല്ല, അത് ഹിദായത്തിൻ്റെ മുമ്പേ ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ ആ ആദം നബിയുടെ ഉള്ളിൽ തന്നെ ഒരു പ്രാർത്ഥന ഇല്ലേ? പക്ഷെ പിന്നീട് അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, റബ്ബന വലംന. അതാണ് ഹിദായത്ത്. ഒരു പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, അള്ളാഹുവിനെ എങ്ങനെ വിശേഷിപ്പിക്കണം, അള്ളാഹുവിനോട് എങ്ങനെ ചോദിക്കണം, അവിടെയാണ് ഹിദായത്ത്. അതന്നെയാണ് നമസ്കാരവും. അപ്പം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഇന്ന രൂപത്തിലാണ്. അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. അതാണ് അതിന് നമസ്കാരം എന്ന് പറയുന്ന സംഗതി വരുന്നത്. അപ്പം നമസ്കാരം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ വ്യാപ്തിയുണ്ട്. ഇത് സ്വലാത്ത് എന്ന് പറയുമ്പോൾ അലിഫ് ഇടുമ്പോൾ. കാരണം അത് പ്രാർത്ഥനയുടെ വേറെ രൂപങ്ങളാണ്. മറ്റത് റസൂലുമാർ വന്ന് പഠിപ്പിച്ച രൂപമാണ്, അല്ലേ? ആ വ്യത്യാസമുണ്ട്. ഈ പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പിൽ സ്വലാത്തുണ്ട്. അത് വേറെ സൃഷ്ടികൾക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല. സൃഷ്ടികൾക്കുമുണ്ട്, പക്ഷികൾക്കുണ്ട്, ജീവികൾക്കൊക്കെ ഈ സ്വലാത്തുണ്ട്. പക്ഷേ ഇത് റസൂലുമാർ വന്ന് നമ്മളെ ഇന്നത് പഠിപ്പിക്കുന്നു. അത് അള്ളാഹു പറഞ്ഞയച്ച് പഠിപ്പിക്കുക. അള്ളാഹുവിനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അള്ളാഹു പറയേണ്ടത്. കാരണം അള്ളാഹു ആവശ്യക്കാരനല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഉരുട്ടി കൊടുത്താൽ മേടിക്കില്ല. അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അതുപോലെ വേണം. അത് റസൂല് കാണിച്ചു തന്നതുപോലെ വേണം. ആ പോയിന്റിൽ നിൽക്കണം. അപ്പോഴേ അത് അള്ളാഹു സ്വീകരിക്കുന്ന സ്വലാത്തായി മാറുകയുള്ളൂ. അവിടെയാണ് നമസ്കാരമൊക്കെ വരുന്നത്. അപ്പോൾ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഈ എഴുത്ത് രീതിയിൽ തന്നെയുള്ള വ്യത്യാസം ആശയത്തിലുമുണ്ട്. കാരണം അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം കെടുക്കുന്നത് പ്രാർത്ഥനയിലാണ്. അത് വാക്കുകളിൽ ആവിഷ്കരിക്കാൻ അള്ളാഹു പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൽ ആവിഷ്കരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സുണ്ട്, ആ മനസ്സ് അള്ളാഹുവുമായി ബന്ധപ്പെടും. തഖ്വയുള്ള മനുഷ്യൻ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിട്ടുണ്ടാവും. അതാണ് അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ. നല്ല വലിയ കാഴ്ചപ്പാടുകളുള്ള ആയത്തുകൾ, വലിയ കാഴ്ചപ്പാട്. നമ്മൾ എത്രമാത്രം ഇതിലേക്ക് ചിന്തിക്കുന്നോ അത്ര ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആയത്തുകളാണ്. വമൻ അദ്ലമു, അങ്ങേയറ്റം അക്രമം ചെയ്തത് ആരാണ്? മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ പല വ്യാജങ്ങളും, അള്ളാഹു പഠിപ്പിക്കാത്ത, ഈ റസൂലുമാർ വന്ന് പഠിപ്പിക്കാത്ത ഈ വ്യാജങ്ങളൊക്കെ കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുണ്ടാവുക? ഇവിടൊക്കെ നമ്മൾ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന് പറയുന്ന ആ സംഗതി വെക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ റസൂലുമാർ വന്ന് പഠിപ്പിച്ച ആ പോയിന്റിൽ നിന്നുകൊണ്ട് വേണം. നമുക്ക് തോന്നിയ പോലെ അള്ളാഹുവിനെ കുറേ വെറുതെ അങ്ങ് വാഴ്ത്തിക്കളയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് തോന്നിയതൊന്നും ഉണ്ടാകരുത്. കാരണം നമ്മുടെ വിവരക്കേടൊക്കെ അതിൽ കയറി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലുമാർ പഠിപ്പിച്ച ആ പോയിന്റിൽ നമ്മൾ നിൽക്കണം. അങ്ങനെ നിൽക്കണം. അതൊക്കെ ഈ ആ സംഗതികൾ ഇവിടൊക്കെ നമ്മൾ വെക്കണം. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്? ഔ കാല ഊഹിയ ഇലയ്യ, എനിക്കും കിട്ടി വഹയ്യ്. അങ്ങനെയൊക്കെ ചിലവരുണ്ടായിട്ടുണ്ട്. റസൂലിൻ്റെ വഹയ്യ് എഴുത്തുകാരിൽ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വലം യൂഹ ഇലൈഹി ഷൈഉം, അല്ലെങ്കിൽ ഒരു വഹയ്യും അറിഞ്ഞിട്ടില്ല. ഈ ബനു ഇസ്രായേലി വേദക്കാർ പറഞ്ഞതുപോലെ, യഹൂദർ പറഞ്ഞതുപോലെ അങ്ങനെയും പറയുന്നവരുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാത്തത് കൊണ്ട് സംഭവിച്ച ഈ വിചാരണ എന്ന് പറയുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ്, ഇതുപോലെ ഈ അള്ളാഹു അവതരിപ്പിച്ചതുപോലെ ഞാനും വേണമെങ്കിൽ അവതരിപ്പിക്കാന്നൊക്കെ പറയണേ അന്നുണ്ട്, ഇന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർ. അങ്ങനെയല്ലേ സൂറത്ത് കൊറോണയൊക്കെ വന്നത്? അങ്ങനെയുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു ആരാണെന്നും അള്ളാഹു സ്രഷ്ടാവ് ആരാണെന്നും ഈ മനുഷ്യൻ ആരാണെന്നും എന്തിനാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്നും ഇതിൻ്റെ പരിണാമം എന്താവുമെന്നൊന്നും ഈ പ്രവാചകന്മാർ വന്ന് പഠിപ്പിച്ച ആ പാഠങ്ങൾ അറിയാത്തത് കൊണ്ട് അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാത്തത് കൊണ്ടുമാണ് ഈ സംഗതികളൊക്കെ ഈ മനുഷ്യനെന്ന് പറയുന്ന ഈ സൃഷ്ടി ഇങ്ങനെ പറയേണ്ടും ചോദിക്കേണ്ടും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അവരിനെ അള്ളാഹു ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഏത് അക്രമിയാണെങ്കിലും ഏത് രാജാവാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും എത്തിപ്പെടുന്ന ഒരവസ്ഥയുടെ മുന്നിൽ കൊണ്ടു നിർത്തുക. വല ഉത്തറ ഇദില്ലാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ഈ മരണക്കയത്തിൽ കയ്യും കാലിട്ടടിക്കുന്ന ആ അക്രമിയെ നീ കണ്ടിരുന്നെങ്കിൽ എന്നാണ്.
അതായത് ഒരു മനുഷ്യനും ഒഴിവാക്കാൻ പറ്റാത്ത, ഏത് രാജാവിനും ഏത് അധികാരിക്കും ഏത് അക്രമിക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടു നിർത്തിയിട്ട് അള്ളാഹു ചോദിക്കുക, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ മലായിക്കത്ത് മലക്കുകൾ പറയാണ്, ബാസിത്തു ഐദീഹിം, അവർ ഈ ഇതിനെ പിടിച്ചുണ്ടാകാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആ മലക്കുകൾ കയ്യു നിർത്തി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ് അഖരിജു അൻഫുസക്കും. അപ്പോൾ ഈ അൻഫുസ് ആരാവും? ഈ നഫ്സ് റൂഹായിരിക്കും. ഈ നഫ്സ് റൂഹാണ്. കാരണം ഈ റൂഹിന് സംഗതി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, എന്ത് ഇത് കഴിഞ്ഞേക്കണു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞേക്കണു, ഇനി പോണ്ടി വരും, ഇനി പോയാലുള്ള സംഗതി. അപ്പോൾ പുറത്ത് കറക്കാൻ മടിക്കുന്നുണ്ടാവും, റൂഹ് ഒളിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കലുണ്ടല്ലോ. ഇതുണ്ടാവാം. കാരണം ഈ റൂഹിന് ഈ ഭൂമിയിലേക്ക് വസിക്കാനുള്ള ബോഡി മാത്രമാണ് സമ്മതി. ഇപ്പം ഇതിൻ്റെ ഈ മൊബൈലിൻ്റെ നെറ്റ് പോയ മാതിരിയാണ്, നെറ്റും ആ സിമ്മൊക്കെ പോയ മാതിരി ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ അതിവിടെ ഇട്ടിട്ടാ. അതിനൊന്നല്ല വില, മറ്റാൾക്കാണ്, അയാളാണ് പോണതും ഒക്കെ. ഇതിനെ നമ്മൾ അത് വസിച്ചിരുന്ന അള്ളാഹു ആദരിച്ച ബോഡി എന്നുള്ള നിലക്കാണ് നമ്മൾ ഇതിനെ ആദരവോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഇതല്ല കാര്യം, അതാണ്. അതിനെയാണ് മലക്കുകൾ പിടിക്കാൻ വന്നിട്ടുള്ളത്, അറസ്റ്റ് ചെയ്യാൻ വന്നിക്കുകയാണ്. അവർ റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ട് പറയണം അൽ യൗമ തുജ്സൗന, ഇത് അള്ളാഹു പറയുന്നതാവും. അൽ യൗമ, അങ്ങോട്ട് മരണം കഴിഞ്ഞാൽ, മരണത്തോടെ നമ്മൾ, മരണത്തിൻ്റെ ശേഷമുള്ളതൊക്കെ നമ്മൾക്ക് കൈവാണെങ്കിൽ ഈ മരണം എപ്പോഴും നമുക്ക് കാണാവുന്നൊരു സംഗതിയാണല്ലോ. അപ്പം അള്ളാഹു പറയുന്നതായിരിക്കും അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി, നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയുടെ ഘട്ടമാണിനി. മരണത്തോടു കൂടി അതങ്ങ് ആരംഭിക്കാം. അതായത് വിചാരണ ഒന്നും കഴിയുന്നത് വരെ ഒന്നും കാത്തു നിൽക്കേണ്ടി വരില്ല, അതുവരെ ബോറടിച്ച് നിൽക്കേണ്ടൊന്നും ആവശ്യം നമുക്ക് വരില്ല. നമുക്ക് അവിടുന്ന് തന്നെ മരണത്തോടു കൂടി തന്നെ ഏറെക്കുറെ ആരംഭിക്കും. കാരണം റൂഹിനെ ഇത് അനുഭവിപ്പിക്കാലോ. ബോഡിയും റൂഹും ഒക്കെ കൂടിയിട്ട് ചേർന്ന് വിചാരണ ഒക്കെ കഴിഞ്ഞ് യഥാർത്ഥ ശിക്ഷയും രക്ഷയും ഒക്കെയാണ് അന്ന് വരുന്നത്. ഇപ്പോൾ ഫറോവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അന്നാറു യുഅറദൂന അലൈഹ ഗുദുവൻ വഅശിയ്യ. ആ നരകത്തിനെ ഈ ഫറോവക്ക് വൈകിട്ടും കാലത്തൊക്കെ കാണിക്കുമെന്ന് കാണിക്കാറുണ്ട്. അതായത് യൗമ യഖൂമു സ്സാഅത്തു ഉദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. ആ വിചാരണ കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിൽ വേറെയുണ്ട്, ഇത് വേറെയുമുണ്ട്. ഇത് അള്ളാഹു തീരുമാനിച്ചവർക്കൊക്കെ ഈ മരണത്തിന് ശേഷം അള്ളാഹു ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. അത് സ്വർഗക്കാർക്കും ഉണ്ടാവും. ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കാത്തത്, റസൂലുമാർ പഠിപ്പിക്കാത്തതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഈ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. വ കുന്തും, നിങ്ങളായിരുന്നു അൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ സംബന്ധിച്ച്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ സ്വന്തം നമ്മളിലുണ്ട്, നമ്മുടെ പരിസരത്തുണ്ട്, ഭൂമിയിലുണ്ട്, ആകാശത്തുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, എവിടെയുമുണ്ട്, വാരി വെതറിയിട്ടുണ്ട് അള്ളാഹു. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ആയാത്തുകൾക്ക് കിട്ടാത്ത ഒരു ഇടവും ഭൂമിയിലില്ല, ഒരു സെക്കൻഡും ഭൂമിയിലില്ല. പക്ഷേ നിങ്ങൾ എന്ത് വിചാരിച്ചു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സ്വയം പര്യാപ്തരാണെന്നും ഞങ്ങളെ പുനർജനിപ്പിക്കാനൊന്നും പോകുന്നില്ല എന്നും, ഇതൊക്കെ നിങ്ങൾ അഹങ്കാരത്തോടെ വിഡ്ഢിത്തത്തോടെ അങ്ങോട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്. വിഡ്ഢികളല്ലെങ്കിൽ ഇതിനൊന്നും ഈ ആയാത്തുകളെ കാണാൻ ഒരു പണിയില്ല. താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടത്തെ പ്രകാരം ജീവിക്കാൻ വേണ്ടി, ജീവിതം താറുമാറാക്കാൻ വേണ്ടി, അത് നശിപ്പിക്കാൻ വേണ്ടി പിശാചിൻ്റെ വലയിൽപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നവർക്കല്ലാതെ ഇത് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര അധികം ആയാത്തുകൾ ഈ ഭൂമിയിൽ അള്ളാഹു ഇങ്ങനെ വാരി വെതറിട്ടുകയാണ്, എവിടെ നോക്കിയാലും ഉണ്ട്. ചിന്ത എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ പുറത്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഈ ഖുർആനൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നമുക്കിത് മനസ്സിലാവും. അഹങ്കാരമല്ലാതെ ഒന്നും ഇതിനെ തടയുന്നില്ല. അള്ളാഹു വീണ്ടും പറയാം, വലഖദ് ജിഅ്തുമൂന, ഇപ്പോൾ ഞാൻ ഇതാ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു ഫുറാദ, ഒറ്റക്കൊറ്റക്കാ നിങ്ങളുടെ കൂട്ടുകാരില്ല, സുഹൃത്തുക്കളില്ല, സഹോദരങ്ങളില്ല, വാപ്പല്ല, ഉമ്മല്ല, പരിവാരങ്ങളില്ല, എസ്കോർട്ടില്ല, പൈലറ്റില്ല, അധികാരങ്ങളില്ല, ഒരു സംഗതിയില്ല, ഒറ്റക്കൊറ്റക്കാണ്. ആരും ആരെയും അവിടെ പരിഗണിക്കില്ല. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ആരും അവിടെ ഏറ്റെടുക്കാനില്ല. അവിടെ ശൈഖന്മാരില്ല, ഗുരുക്കന്മാരില്ല, മക്ബറല്ല, ഒന്നുമില്ല, ഒരു ബന്ധമില്ല, ഒന്നുമില്ല. ഒറ്റക്കൊറ്റക്ക ഓരോരുത്തരാ. നമ്മളിവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, നമുക്കിവിടെ കണ്ടമാന ആളുകളുണ്ടായിരുന്നു.
ഏതുപോലെ കമാ ഖലഖനാക്കും അവ്വല മറത്തിൻ, ഗർഭാശയത്തിൽ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടതുപോലെ. ഗർഭാശയത്തിൽ സൃഷ്ടിച്ചു ആരുണ്ടായിരുന്നത്? ആരുണ്ടായിരുന്നു? പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങളെ ഏറ്റെടുക്കാനുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ ആളുണ്ട്, നിങ്ങളെ കുഴപ്പിക്കാൻ ആളുണ്ട്, വഴിപഴപ്പിക്കാനുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതുവരെ ആരെ ഉണ്ടായിരുന്നത്? ആരുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒറ്റക്കായിരുന്നു. അള്ളാഹു അല്ലാത്ത ഒന്നും നിങ്ങളെ ആരുണ്ടായിരുന്നില്ല. ഇവിടെ ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ പിന്നെ കുറേ സംഗതികളൊക്കെ ഉണ്ടാക്കി, അതൊക്കെ വേറെ കാര്യമാണ്. അതുപോലെ നിങ്ങളെ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഒറ്റക്കൊറ്റക്കാക്കിയിട്ട് കൊടുത്തേക്കാം. അതുപോലെ നിങ്ങളെ അന്ന് ഞാൻ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ഞാൻ ഈ പരലോകത്തിൽ നിങ്ങളെ കൊണ്ടുവരിക. ഒരാളും നിങ്ങളെ ഏറ്റെടുക്കാനുണ്ടാവില്ല, ഒരാളും നിങ്ങളുടെ പിറകെ ഉണ്ടാവില്ല, നിങ്ങൾ ഈ പറയുന്ന ഷെയ്ഖും ഉണ്ടാവില്ല, വലിയും ഉണ്ടാവില്ല, മക്ബറ ഉണ്ടാവില്ല, മണ്ണാങ്കട്ട ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒറ്റക്കാണ് നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ തറക്കത്തും ആ ഹവ്വല്ലാക്കും, നിങ്ങൾ ഈ അധീനപ്പെടുത്തിയ സകല സാധനത്തിനെയും നിങ്ങൾ ഉപേക്ഷിച്ച് വരും. അങ്ങനെ നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ എന്തെല്ലാം ഉണ്ടായിരുന്നു? കൊട്ടാരങ്ങളുണ്ടായിരുന്നു, രാജ്യങ്ങളുണ്ടായിരുന്നു, സൈന്യങ്ങളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ ഗുരുക്കന്മാരുണ്ടായിരുന്നു, വലിയ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാവങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നവരുണ്ടായിരുന്നു. സയൻസ് ഉണ്ടായിരുന്നു, ടെക്നോളജി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നിങ്ങളിത് ഈ പിറകിൽ ഉപേക്ഷിച്ചു. ഒന്നും നിങ്ങളുടെ സഹായത്തിന് ഇവിടെ എത്തില്ല. ഒക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതങ്ങനെയാണ് നിങ്ങളെ, അതായത് പരലോകത്തിൻ്റെ ഒരു സംഗതി നമ്മളെ ശരിക്ക് അള്ളാഹു ബോധ്യപ്പെടുത്തുക. എങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് വരിക? അത് നിങ്ങൾ അവിടെ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെയായിരുന്നു ഗർഭാശയത്തിൽ ഞാൻ സൃഷ്ടിച്ചത്? അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊട്ടും കുറവയും പേരും ലഡു ഒക്കെ ആയിട്ട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ മറ്റോടത്ത് അതല്ല ഉണ്ടാകുക. ഇവിടെ നിങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ ആളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെയല്ല ഉണ്ടാകുക. അവിടെ സ്വീകരിക്കുന്നവരെ എല്ലാവരും സ്വീകരിക്കില്ല. അവിടെ പലതരം സ്വീകരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ശരിക്ക് പഠിപ്പിക്കുക. അതായത് ബുദ്ധിയും യുക്തിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തഖ്വയുണ്ടാവും. ആ തഖ്വയുള്ളവനാണ് അള്ളാഹു ഈ ഹിദായത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് തഖ്വ തന്നെയാണ്. ഇത് ഭക്തിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. തഖ്വയുള്ളവൻക്ക് ഈ ഹിദായത്ത് കൊണ്ട് ഫലം കിട്ടും. അല്ലെങ്കിൽ ഈ ഹിദായത്ത് വെറും ഒരു പറച്ചിലാവും. നമ്മളെ പാട്ടിനങ്ങനെ പോകും. നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവസാനം അവിടെ ചെന്നുമ്പോഴാണ് നമ്മൾ ഈ കൊണ്ടുപോയതൊക്കെ പതിരും ചണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവുക. അതൊക്കെ ഇവിടുന്ന് തന്നെ മനസ്സിലാവണമെങ്കിൽ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം, നമ്മളെ അറിയേണ്ടതുപോലെ അറിയണം, നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയണം, നമ്മുടെ പരിണാമം എന്തായിരിക്കുമെന്നറിയണം. അങ്ങനത്തെ ആളുകളായ നമ്മൾ മുത്തക്കികളായ ആളുകൾ എന്ന് പറയാം. അവർക്കാണ് ഈ ഹിദായത്തൊക്കെ അള്ളാഹു മുബാറക്കാകുക, ഈ ഗ്രന്ഥം മുബാറക്കാകുക അവർക്കാണ്. വമാനറ, ഞാൻ കാണുന്നില്ല, മാക്കും നിങ്ങളോടുകൂടെ ശുഫാഅക്കുമുല്ലദീ സഅംതും, നിങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് വാദിച്ചിരുന്ന ആ ആളുകളുണ്ടല്ലോ. എത്ര ആളുകളുണ്ട്. നമ്മളൊന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ഈ ശുപാർശകരുടെ കണക്കൊന്നും എടുത്ത് നോക്കിയേ. അത് എത്ര ആവുമെന്ന്? എണ്ണമറ്റ കണക്കുകളാണ്. എത്രയെത്ര മക്ബറകളാണ്, അതിൻ്റെ അടിയിലെത്ര ആളുകളാണ്, ഭൂമിയുടെ മുകളിൽ എത്ര ആളുകളാണ്, എത്ര ആളുകളാണ് ഈ ശുപാർശകരായിട്ടുള്ളത്. നമുക്ക് അന്നഹും ഫീക്കും ശുറക്ക, അവരൊക്കെ അള്ളാഹുവിൻ്റെ പങ്കാളിയാണ്. അള്ളാഹു പല അധികാരങ്ങളും അവർക്കൊക്കെ കൈമാറിയിട്ടുണ്ട്. അതായത് മടവൂര് കണ്ണ് ചിമ്മിയാൽ പിന്നെ പ്ലെയിനൊന്നും പറക്കില്ല. ഒക്കെ അധികാരങ്ങൾ ഇങ്ങനെ കൈമാറിയിക്കുക. 18,000 ലോകം അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ലോകങ്ങൾ കുത്തുബാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇതൊക്കെ ഈ അള്ളാഹുവിന് ചേരുന്നതൊക്കെ ബാക്കിയുള്ള മനുഷ്യർക്കും കൂടി ചേർത്ത് കൊടുത്തതാ. അള്ളാഹുവിൻ്റെ ഭാഗത്ത് അള്ളാഹുവിന് മാത്രം ചേരുന്ന സംഗതികൾ ഗൈബ് അറിയുന്നവർ ഇവർക്കും അറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഗൈബ് അറിയുന്നവർ ഇതൊക്കെ ശുറക്കാകുകളാണ്. ഇവരെ ഒന്നും നിങ്ങളിവിടെ കാണുന്നില്ലെന്നോ എന്നാ പറയണു. നിങ്ങളിങ്ങനെ വാദിച്ചേർന്നവരൊക്കെ ഇപ്പം എവിടെ പോയി? ഇല്ല, കത്ത ആ ബൈനക്കും, നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധങ്ങൾ മുഴുവൻ മുറിഞ്ഞുപോയി. അതൊക്കെ ഭൂമിയിൽ നിങ്ങളെ പരീക്ഷിക്കാനുള്ള ഏർപ്പാടുകളായിരുന്നു. ആ ബന്ധങ്ങളും ആ സംഗതികളൊക്കെ അതൊക്കെ മുറിഞ്ഞുപോയി. ഇവിടെ അതിനൊന്നും ഒരു നിലനിൽപ്പില്ല. ഇവിടെ ഭൂമിയിലെ സിസ്റ്റമല്ല, ഇവിടെ ഭൂമിയിലത്തെ പരിപാടിയല്ല. ഇവിടെ വേറെയാണ്. ഇവിടെ നിങ്ങൾക്ക് തൗബല്ല, ഇസ്തിഗ്ഫാറില്ല, ഒന്നുമില്ല. ഇവിടെ ഇനി അതൊന്നും നടക്കില്ല. നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ പറ്റില്ല. ഇവിടെ എന്താ ചോദിച്ചാൽ അവിടെ ചെയ്തതിൻ്റെ പ്രതിഫലമല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതാണ് അസുർ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന്
കൊണ്ടുപോയ ആ സംഗതി ഞെക്കിപ്പിഴിഞ്ഞ് നമ്മുടെ ജീവിതം ഞെക്കിപ്പിഴിഞ്ഞ് കൊണ്ടുപോയ ആ സത്തയല്ലാതെ അവിടെ ഒന്നുമില്ല. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഇനി അതിൻ്റെ ഫലം അനുഭവിക്കുക എന്നല്ലാതെ അവിടെ വേറൊരു പരിപാടിയില്ല. ഈ ശുപാർശകരും ഉണ്ടാവില്ല, ഇനി അവിടെ ഒരു ദുആയില്ല, ഒന്നുമില്ല. ഒരു പാപമോചന തേട്ടവുമില്ല, ഒരു തൗബയുമില്ല, ഒന്നുമില്ല. ഇനി പ്രതിഫലത്തിൻ്റെ മാത്രം വല്ല അൻകും നിങ്ങളെ സംബന്ധിച്ച് വഴിമാറിപ്പോയി മാ കുന്തും തസ്ഉമൂൻ ആ ഭൂമിയിലെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു വച്ച ആ വാദങ്ങളും ന്യായങ്ങളും അതിന് വേണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് വഴിമാറിപ്പോയി. ഇവിടെ നിങ്ങളും അള്ളാഹു മാത്രമാണ് മാലികി യൗമിദ്ദീൻ. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അതാണ് നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.